മട്ടപ്പടി മധു കൊലപാതക കേസിൽ പ്രതികളുടെയും സർക്കാരിന്റെയും അപ്പീലുകളിൽ ഹൈക്കോടതി ഉടൻ വിധി പറയും. കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നും വിചാരണ കോടതി വെറുതെ വിട്ട 3 പ്രതികളെ ശിക്ഷിക്കണമെന്നുമാണ് സർക്കാരിന്റെ അപ്പീലിലെ ആവശ്യം. ഹൈക്കോടതിയിലൂടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മധുവിന്റെ കുടുംബം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഒരുപാട് അവഗണിക്കപ്പെട്ടെന്നും ഒറ്റപ്പെട്ടുവെന്നും മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവും 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് നല്ലൊരു വിധി തന്നെ ആയിരിക്കും ലഭിക്കുന്നത് എന്നാണ് ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്നത്. കേരള സമൂഹം ഒട്ടാകെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വിധിയാണിത്. കാരണം ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് അവഗണനകൾ സഹിച്ചു. ഇത്രയൊക്കെ പൊരുതി നമ്മൾ ഹൈക്കോടതിയിലും അവിടെ എത്താൻ കഴിഞ്ഞ് തന്നെ ഒരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ലോകം ഒരു ലോകമല്ല, എല്ലാ ലോകം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഹൈക്കോടതി വരെ എത്താനുള്ള ഇത് എല്ലാവരും കഴിവുകൊണ്ട്, ഞങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, എല്ലാ ജനങ്ങളുടെ കഴിവുകൊണ്ടും ഇത്രയായി. നല്ലൊരു വിധി തന്നെ വരണമെന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുണ്ടാകും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേരുന്നു. വിഷ്ണുവും അട്ടിമറികളുടെ നീണ്ട നിര കണ്ട കേസാണ്, കൂറുമാറ്റങ്ങളുടെ ഘോഷയാത്ര കണ്ട കേസാണ്, പ്രോസിക്യൂട്ടർമാർ മാറി മാറി കളിക്കുന്നത് കണ്ട കേസാണ്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് വിചാരണ വല്ലാതെ വൈകുന്നത് കണ്ട കേസാണ്. അപ്പോൾ ഇന്ന് കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അത് കോടതിയുടെ പൂർണ്ണമായ വിവേചനാധികാരം എന്ന് പറയുമ്പോഴും വിഷ്ണു ഹാഷ്മി, മണ്ണാർക്കാട് കോടതി ഈ കേസിലാകെ 16 പ്രതികളുണ്ടായിരുന്ന കേസിൽ 14 പ്രതികൾക്കെതിരെയും 14 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരുന്നു. 2 പേരെ 4ഉം 11ഉം പ്രതികളെയാണ് കുറ്റമുക്തമാക്കിയത്. അതിൽ 16ാമത്തെ പ്രതിക്ക് 3 മാസം ശിക്ഷയാണ് വിധിച്ചത്. ബാക്കി പ്രതികൾക്ക് 11 വരെയുള്ള പ്രതികൾക്ക് 7 വർഷം കഠിന തടവ് വിധിച്ചിരുന്നു. പക്ഷേ ഈ പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നാണ് കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം. അതിന് പിന്നാലെയാണ് അവർ അപ്പീൽ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളം ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾ, ഈ അപ്പീലിന്മേൽ വാദം നടന്നിരുന്നു. അതിലിപ്പോൾ ഇന്ന് വിധി പറയാൻ പോകുകയാണ്. 2018 ഫെബ്രുവരി 28-ാം തീയതിയാണ് നാടിനെ നടുക്കിയ ആ കൊലപാതകം ഉണ്ടായത്. ഭക്ഷണം മോഷ്ടിച്ചു അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച മധുവിനെ ഒരു കൂട്ടം, ഈ പറയുന്ന 16 പേർ ചേർന്ന് അല്ലെങ്കിൽ 14 പേർ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. അതിന്റെ നാളുവഴികൾ നമ്മൾ കണ്ടതാണ്. പലതവണകളിൽ സാക്ഷികൾ കൂറുമാറുന്നതും മൊഴി മാറ്റി പറയുന്നതും പ്രോസിക്യൂട്ടർ മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം പിന്തള്ളിയാണ് മണ്ണാർക്കാട് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞത്. പക്ഷേ ആ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല കോടതിയും, സർക്കാരും അതോടൊപ്പം തന്നെ മധുവിന്റെ കുടുംബവും. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് വേണ്ടിയിട്ട് എത്തിയതാണ്. ഇന്നിപ്പോൾ ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ അപ്പീൽ ഹർജിയിന്മേൽ വിധി പറയുന്നത്. പ്രതികളെയൊക്കെ തന്നെ, അതായത് 12 പ്രതികളാണ് നിലവിൽ ജയിലിനകത്തുണ്ടായിരുന്നത്. ആ 12 പ്രതികളെ എത്തിച്ചിട്ടുണ്ട്. 1-ാം പ്രതി ഹുസൈന നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഒരു പ്രതി ശിക്ഷ പൂർത്തിയാക്കിയിരുന്നു. ബാക്കി 2 പേരെ കുറ്റമുക്തരാക്കിയിരുന്നു. അവരോടെല്ലാവരോടും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം അല്പസമയം മുമ്പ് അവരെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കൃത്യം 10:10 കേസ് പരിഗണിക്കുക. 1-ാമത്തെ ഐറ്റമായി തന്നെ പരിഗണിക്കും. പ്രോസിക്യൂഷൻ വലിയ പ്രതീക്ഷയിലാണ്. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ഉറപ്പാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. കാരണം ഒരുപക്ഷെ കേരളത്തിന്റെ പ്രബുദ്ധതയെ, സാംസ്കാരിക മേഖലകളെയൊക്കെ തകർത്ത് എറിഞ്ഞ ഒരു സംഭവമാണ്. വിശപ്പിന് വേണ്ടി ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് അത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ആ കുടുംബം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.